അറിവുള്ളവരെയാണ് എല്ലാത്തിനും അന്തിമമായിട്ട് ഉള്ള ഒരു ഇതിലേക്ക് വെക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ വാക്കുകളാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അപ്പോഴും നമുക്ക് അപ്പം അന്നേരം അവസരമില്ല, കാരണം നമ്മൾ പഠിക്കുന്നേ ഉള്ളൂ, പിച്ച വെക്കുന്നേ ഉള്ളൂ, നമ്മൾ പിച്ച വെച്ച് വരുന്നു. അപ്പോൾ അവസരം കിട്ടിയാലേ നമുക്ക് മുമ്പോട്ട് വരാൻ പറ്റത്തുള്ളൂ. അങ്ങനെ നോക്കുകയാണെങ്കിൽ റിയാലിറ്റി ഷോ ഒരുപാട് ഇന്നത്തെ കാലം നോക്കുകയാണെങ്കിൽ അത് പണ്ട് അതില്ലായിരുന്നല്ലോ. പണ്ട് റിയാലിറ്റി ഷോ ഇല്ലായിരുന്നു, പക്ഷെ മത്സരങ്ങളുണ്ടായിരുന്നു. ഇപ്പം സ്കൂളുകളിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ക്ലബ്ബുകൾ, ഇപ്പം വൈസ്മെൻ ക്ലബ്ബ് അല്ലെങ്കിൽ പിന്നെ YMCA ഇങ്ങനെയൊക്കെ ഉള്ള ചില, അതുപോലെ ഫൈൻ ആർട്ട് സൊസൈറ്റികൾ, അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ സംഘടിപ്പിക്കുന്ന മത്സരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ മത്സരത്തിൽ കൂടെയാണ് നമ്മൾ കയറി വന്നുകൊണ്ടിരുന്നത്. അപ്പം ഉള്ള ഒരു ഗുണം എന്തായിരുന്നെന്ന് വെച്ചാൽ, അന്നത്തെ കാലത്ത് ഗുണം എന്തായിരുന്നെന്ന് വെച്ചാൽ, നന്നായിട്ട് പഠിച്ച് അനുഭവിച്ച് വന്നവർ മാത്രമേ മുമ്പോട്ട് വരുവുള്ളായിരുന്നു. അല്ലാതെ വഴിയെ പോകുന്ന എല്ലാവർക്കും പാടാനും എല്ലാവർക്കും അഭിനയിക്കാനും അല്ലെങ്കിൽ ഓടാനും ഒന്നും പറ്റത്തില്ലായിരുന്നു. അതിൽ എക്സ്പേർട്സ് ആയിട്ടുള്ളവർ മാത്രമേ മുമ്പോട്ട് വന്നിരുന്നുള്ളൂ.